സുഹൃത്തുക്കളെ, ഷഹലെ അങ്ങനെ ഇന്ന് ബാംഗ്ലൂരിൽ നിന്നും കണ്ടുപിടിച്ചിരിക്കുകയാണ്, ഷഹലയും പയ്യനെയും. അപ്പോൾ ഷഹലയെ പറ്റിയിട്ട് ഷഹലയുടെ കൂട്ടുകാരിക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതൊരു 8 മിനിറ്റ് വീഡിയോ ആണ് സുഹൃത്തുക്കളെ. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ഫുള്ള് കേൾക്കുക. ഇതിൽ കുറെ ഞെട്ടിക്കുന്ന കാര്യങ്ങളുണ്ട്. ഇനി ഈ ഷഹലയെ പറ്റി ഒരു വീഡിയോ ചെയ്യേണ്ടത് തന്നെ കരുതിയിരുന്നതാണ് സുഹൃത്തുക്കളെ. സോ നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കേൾക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഓഡിയോ ക്ലിപ്പ് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഞാൻ നിങ്ങളൊരു വീഡിയോ കണ്ടില്ല ഇന്ന് രാവിലെ, നിങ്ങൾ ശൈലാക്ഷറിനെ കുറിച്ച് ചെയ്തൊരു വീഡിയോ. അപ്പോൾ അതിൽ നിങ്ങൾ സഫർ ചെയ്ത കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ അത് കണ്ട സമയത്ത് എനിക്ക് നിങ്ങളോട് ഇത് പറയണം തോന്നി. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ 100% ശരിയായിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം ഞാൻ അറിഞ്ഞ വ്യക്തിയാണ്, ഞാനവളെ ഒരു ഫ്രണ്ടാണ്, ഏറ്റവും അടുത്ത സുഹൃത്ത് തന്നെ പറയാം. കാരണം നമ്മൾ ഇങ്ങനെ ഓരോ തവണ സംസാരിക്കുന്ന സമയത്ത് ഓൾ പറഞ്ഞ ചില കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങളിപ്പോൾ പറഞ്ഞത് ഞാൻ കണക്ട് ചെയ്തപ്പോൾ ഭയങ്കരമായിട്ട് അവൾ അനുഭവിച്ച ഒരു കുട്ടി തന്നെയാണ്. പക്ഷെ ഒരിക്കലും ഞാൻ അവൾ ചെയ്തത് ശരിയെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. 100% ചെയ്തത് തെറ്റാണ്. പക്ഷേ എന്നാലും ഓൾ ഒരുപാട് അനുഭവിച്ച കുട്ടിയാണ്. ഇപ്പം ഞാൻ കുറേ വീഡിയോസിലൊക്കെ ഞാൻ കണ്ട് പ്രവാസിയുടെ ഭാര്യ കുറേ സുഖങ്ങളൊക്കെ അനുഭവിച്ച് അവനെ പറ്റിച്ച് പോയി എന്നൊക്കെ. പക്ഷെ ആ സുഖങ്ങളൊന്നും അവൾക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. വോയിസ് ഇടുമ്പോൾ നിങ്ങൾ ഒരിക്കലും കരുതരുത് കേട്ടോ, ഞാൻ അവളെ അനുകൂലിക്കുന്ന ഒരാളാണെന്ന്. ഞാൻ ഇപ്പോഴും ഞാൻ ഒരേ സ്റ്റാൻഡിലാണ് ഞാൻ നിൽക്കുന്നത്. കാരണം അവൾ ചെയ്തത് 100% ഇതല്ല ഓൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഒന്നെങ്കിൽ നിങ്ങൾ പറഞ്ഞ മാതിരി വീട്ടിലേക്ക് തിരിച്ചു പോവാനോ വീട്ടുകാരോട് പറയാനോ ഒക്കെ ചെയ്യാനോ. പക്ഷെ മുന്നൊരിക്കലും എന്നോട് പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് അവൾ വീട്ടിൽ പറഞ്ഞ് പിന്നെ എല്ലാം പ്രയാസങ്ങളും മാറുന്നുള്ള രീതിയിൽ ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ പറഞ്ഞുകൊണ്ടാണ് അവൾ തിരിച്ചു പോയത് എന്നുള്ളത് അവൾ എൻ്റെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാത്തിനും ഒരു മാറി നിൽക്കുന്ന പ്രകൃതി അതിനോട് എല്ലാത്തിനും. കാരണം ഈവൻ ഇപ്പോൾ നമ്മളെവിടെ പോവുകയാണെങ്കിൽ നമ്മൾ വിളിക്കുന്ന സമയത്ത് പറയില്ല ഞാനില്ല, ഞാനിങ്ങനെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ്, നിങ്ങൾ പോയിക്കോളി എന്ന് പറഞ്ഞിട്ട് എല്ലാത്തിനും മാറി നിൽക്കുന്നു. മുന്നൊന്നും ഒരു 3 വർഷം മുന്നൊന്നും നമുക്ക് അവളെ കോണ്ടാക്ട് ചെയ്യാനേ പറ്റിയില്ല. കാരണം ആ സമയത്ത് ഒരു മൊബൈൽ ഫോൺ വരെ ഇല്ലാത്തൊരു ഇതായിരുന്നു. അപ്പോൾ പറയില്ല നമ്മളോട് മൊബൈൽ ഇല്ലായിട്ടാണെന്ന്. പിന്നെ ഒരിക്കലും ഞാനിങ്ങനെ അങ്ങനെ ചോദിച്ച സമയത്ത് അന്ന് എനിക്ക് മൊബൈൽ ഇല്ലായിരുന്നു, അത് കംപ്ലൈൻ്റ് ആയിപ്പോയി, ഇപ്പോഴാണ് എനിക്ക് മൊബൈൽ കിട്ടിയത്. അപ്പം ഞാൻ ചോദിച്ചു അതെന്താ ഇത്രയും കാലമായിട്ട് ഈ ഒരു മൊബൈൽ വാങ്ങാത്തതെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു അതൊക്കെ വലിയൊരു സ്റ്റോറിയാണെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ നിങ്ങളിപ്പോൾ ഇതിൽ GPay വരാനില്ല എന്നുള്ള പറഞ്ഞ കാര്യം, ഞാൻ ഒരു ദിവസം ഒരു സ്കാനർ ഇന്ത്യയിലേക്ക് ഇട്ട് പറഞ്ഞ് ഇതൊന്ന് പേ ചെയ്യോ. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ എനിക്ക് ഞാൻ എൻ്റെ ഇടാം. അപ്പോൾ എല്ലാവരുടെ കയ്യിൽ എപ്പോഴും ബാലൻസ് ഉണ്ടാവണമെന്നില്ലല്ലോ. അന്നപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എനിക്ക് ഈ ചെയ്തോ, ഞാനിപ്പോൾ കുറച്ച് തിരക്കിലാന്ന് പറഞ്ഞ സമയത്ത് എന്നോട് പറഞ്ഞു അതെല്ലാം എനിക്ക് അക്കൗണ്ട് ഇല്ലാത്തതുകൊണ്ടാണ്, എൻ്റെ ഉണ്ടെങ്കിൽ ചെയ്യില്ലെങ്കിൽ ഞാൻ വേറെ ആരെങ്കിലും കൊണ്ട് ഇടിയിപ്പിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു പ്രശ്നമില്ല, ഞാൻ ചെയ്യാന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞ് ആ പൈസ ഞാൻ ചെയ്തും കൊടുത്തു. അപ്പോൾ ഞാൻ ചോദിച്ചു അതെന്താ എനിക്ക് GPay ഇല്ല എന്നുള്ളത് ചോദിച്ച സമയത്ത് പറഞ്ഞില്ല, അത് ഞാനിതുവരെ അത് എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്തു ചിലർക്കൊന്നും താല്പര്യം ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ ഞാൻ പിന്നെ അതിനെക്കുറിച്ചൊന്നും ചോദിച്ചില്ല. അവൾ അറിയുന്ന ഒരാളോട് ചോദിച്ചു അവളുടെ ലൈഫ് എങ്ങനെയാണെന്ന്. ഒരു കല്യാണ വീട്ടിൽ കണ്ട സമയത്ത് ഞാൻ ചോദിച്ച സമയത്ത് എല്ലാവരും പറഞ്ഞു പാവം കുട്ടിയാണ്, നല്ലൊരു കുടുംബിനിയാന്നുള്ള രീതിയിൽ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ചിന്തിച്ചു പിന്നെന്തായിരിക്കും ഇവള് മറക്കുന്ന കാര്യങ്ങൾ എന്ന് ഞാൻ ആലോചിച്ചു. ഒരു ദിവസം ഞാൻ ഫോൺ ചെയ്ത സമയത്ത് ഞാൻ അവളോട് ചോദിച്ചാൽ പറഞ്ഞു ഇവിടെ ഉമ്മക്ക് ചെറിയ ഒരു ആരോഗ്യ പ്രശ്നമുണ്ട്, അപ്പോൾ അത് ഞാൻ നോക്കണം, പിന്നെ ഹസ്ബൻഡ് ഇവിടെ നാട്ടിൽ ജോലിയാണ്, പിന്നെ വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ മുന്നിൽ അപ്പായെ കല്യാണം കഴിച്ച വീട്ടിൽ ബാക്കിലൊക്കെ പൊളിച്ച രീതിയിലാണ്. ഞാനിപ്പോൾ മുന്നിൽക്കൊരു ഷീറ്റ് ഇട്ടിട്ട് അവിടെയാണ് ഞാൻ നിൽക്കാറ്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ എന്നോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ നിങ്ങൾക്ക് അവളെ വോയിസ് എൻ്റെ കയ്യിൽ ഇല്ലാണ്ടായിപ്പോയി, ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ നോക്കി നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പ്രൂഫാക്കിയിട്ട് നിങ്ങളിപ്പോൾ എത്രത്തോളം നിങ്ങൾ വിശ്വസിക്കുന്ന എനിക്കറിയില്ല. പക്ഷേ എങ്കിൽ ഒരു പ്രൂഫാക്കിയിട്ട് ഞാൻ എൻ്റെ ഫോൺ മാറിയ സമയത്ത് ആ വോയിസ് ക്ലിപ്പൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട്.
നമ്മളതുപോലെ ഒരു കല്യാണ വീട്ടിൽ നിന്ന് കണ്ട സമയത്താണ് ഞാൻ അവളോട് ഒന്നുകൂടെ സംസാരിച്ച് തുടങ്ങിയത്. കാരണം ഫോണിലൂടെ ഇപ്പോൾ എനിക്ക് ലിമിറ്റേഷൻസ്, ഞാനിവിടെ പുറത്ത് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ അധികം സംസാരിക്കാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പറ്റാറില്ല. എന്നാലും ഞാൻ വിളിക്കുന്ന സമയത്തൊക്കെ ഭയങ്കര സൗണ്ട് കുറച്ചിട്ടാണ് അവൾ വോയിസ് ഇടുക. ഞാൻ ചോദിച്ചിട്ടുണ്ടേ എന്താ ഇങ്ങനെ വോയിസ് ഇടുന്നത്? അപ്പോൾ എന്നോട് പറഞ്ഞേ സിസ്റ്ററിലോ ഇവിടെ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ. സിസ്റ്ററിലോ പിന്നെ അതേപോലെ മദറിലോ ഒക്കെ അടുത്തുണ്ട്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ സൗണ്ട് കുറച്ച് സംസാരിക്കുന്നത്. എനിക്ക് മനസ്സിലാവൂലേ എന്നുള്ള, വോയിസ് ക്ലിയർ ആവൂലേ എന്നുള്ള രീതിയിൽ എന്നോട് ചോദിച്ചു, കേൾക്കുന്നില്ലേ എന്നുള്ള രീതിയിൽ. അപ്പോൾ എന്നോട് പറഞ്ഞാൽ അതിപ്പോൾ എനിക്ക് ശീലമാണ്. ചിലപ്പോൾ ഞാനിവിടെ സംസാരിക്കുന്ന സമയത്ത് ചിലപ്പോൾ സിസ്റ്ററിലോ അടുത്തുണ്ടാവും, അപ്പോൾ ഇത് ശ്രദ്ധിക്കുന്നുണ്ടാവും എന്ന് എനിക്ക് ടൈപ്പ് ചെയ്ത് പറഞ്ഞു. ഞാൻ ചോദിച്ചു സിസ്റ്ററിലോ ഭയങ്കര സ്ട്രിക്റ്റ് ആണോ ചോദിച്ചു. അപ്പോൾ പറഞ്ഞാൽ കുറച്ച് സ്ട്രിക്റ്റ് ആണ്, കാരണം ഞാൻ ഇപ്പോൾ അവളുടെ വീട്ടിലാന്ന് പറഞ്ഞു. സിസ്റ്ററിലോൻ്റെ വീട്ടിലാണ്, അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ സൗണ്ട് കുറച്ചത്. കാരണം അവൾ മേ ബി ശ്രദ്ധിക്കുകയാണെങ്കിൽ മോശമല്ലേ എന്നുള്ള രീതിയിൽ ഇവൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു ഇവിടെ എങ്ങനെ ഇവിടെ താമസിക്കാൻ പോയതാണോ? അങ്ങനെ അല്ല, അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരാറുണ്ട്. ഇവിടെ കുറച്ച് പണിയൊക്കെ ഉണ്ടാകുമ്പോൾ ഒളിഞ്ഞ് വിളിക്കും, അപ്പോൾ ഞാൻ ആ പണികളൊക്കെ ചെയ്യും. ചെയ്ത് വന്നപ്പോൾ ഞാൻ ചോദിച്ചു അപ്പോൾ എനിക്ക് എൻ്റെ വീട്ടിൽ പണിയില്ലേ എന്നുള്ള രീതിയിൽ ചോദിച്ചപ്പോൾ പറഞ്ഞു അത് ഞാൻ ചെയ്ത് വെച്ച് അവളുടെ മകനുണ്ടല്ലോ, മോനെ സ്കൂളിൽ നിന്ന് കൂട്ടി ഞാൻ ഇങ്ങോട്ട് വരും അല്ലെങ്കിൽ. അപ്പോൾ ഞാൻ ചോദിച്ചു അപ്പോൾ ഹസ്ബൻഡ് ഒന്നും പറയില്ല എന്നുള്ളത് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇല്ല, അതിപ്പോൾ നമ്മൾ ആട്ടും ഇങ്ങോട്ടും ചെയ്ത് കൊടുക്കുന്നതിനൊക്കെ അതിനൊന്നും എന്ത് പറയാനുള്ള രീതിയിൽ എന്നോട് ചോദിച്ചു. അപ്പോൾ മകൻ്റെ വോയിസ് ഞാൻ കേട്ടു. ഉമ്മ ആൻ്റൊക്കെ എപ്പോഴും ആൻറ്റിയാന്ന് തോന്നുന്നു, ആൻറ്റിക്ക് എപ്പോഴും ഇവിടുന്ന് പണിയെടുത്ത് കൊടുക്കും, ആൻറ്റി എപ്പോഴും ഉമ്മനെ കൊണ്ട് പണിയെടുപ്പിക്കുന്നുള്ള മോനപ്പുറത്തെ സൈഡിൽ നിന്ന് വോയിസ് ഇടുന്ന സമയത്ത് പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ നമ്മളൊരു ഫണ്ണായിട്ട് ചോദിച്ചു അതെന്തിനാ ഇനി അവർക്ക് പോയി പണിയെടുത്ത് കൊടുക്കുന്നത്? അവൾ വേറെ വീട്ടിൽ കല്യാണം കഴിച്ചു കൊടുത്തല്ലേ, പിന്നെ നീ അവിടെ പോയിട്ട് അവൾക്ക് പണിയെടുത്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പം പറഞ്ഞാൽ അതൊന്നും, അപ്പോൾ നമ്മളൊന്നും പ്രതികരിക്കില്ല, അത് മിണ്ടാതെ കേട്ട് നിൽക്കുകയുള്ളൂ. പിന്നെ ഒരു ദിവസം കുറേ ഗ്യാപ്പിന് ശേഷം ഞാൻ ഒരു ദിവസം എന്തോ ഒരു സ്റ്റാറ്റസ് ഉണ്ടപ്പോൾ ഞാൻ അതിന് റിപ്ലൈ ആയിട്ട് ചോദിച്ചു എവിടെയാണെന്നൊക്കെ ചോദിച്ച സമയത്ത് പറഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടിലുണ്ട്. ഞാൻ ചോദിച്ചു എന്താ വീട്ടിൽ വന്നത്? അപ്പോൾ പറഞ്ഞു ഞാൻ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു, ഹസ്ബൻഡിൻ്റെ സിസ്റ്ററുമായിട്ട് ഇങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നു, അപ്പോൾ ഞാനിനി തിരിച്ച് പോകുന്നില്ല എന്ന് വിചാരിച്ച് വന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഹസ്ബൻഡ് വന്ന് ഞാനിപ്പോൾ അങ്ങോട്ട് പോകാൻ നിൽക്കുകയാണെന്നുള്ള രീതിയിലൊക്കെ എന്നോട് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ പറഞ്ഞ കാര്യവും ഞാൻ ശ്രദ്ധിച്ചു. കാരണം തിരിച്ച് വീട്ടുകാർ പറഞ്ഞയച്ചതല്ല, മറിച്ച് ഹസ്ബൻഡ് ഇനി എൻ്റെ ഭാഗത്തു നിന്ന് ഒന്നും ഉണ്ടാവില്ല, ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല എന്നുള്ള ഉറപ്പ് നൽകിയതിൻ്റെ പേരിലാണ് അവൾ തിരിച്ച് അവളുടെ വീട്ടിൽ നിന്ന് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോയത്. സുഹൃത്തുക്കളെ, നിങ്ങൾ കേട്ടല്ലോ, 18ാമത്തെ വയസ്സിൽ വിവാഹം കഴിച്ച വ്യക്തിയാണ് ഷഹല എന്ന് പറയുന്നത്. ഓക്കെ, 18ാമത്തെ വയസ്സിൽ വിവാഹം കഴിച്ച് അനുഭവിക്കേണ്ടതെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ഇന്നത്തെ ഈ തലമുറയിൽ, ഇന്നത്തെ 2026 ഇതുപോലത്തെ സിറ്റുവേഷനിൽ ജീവിക്കേണ്ടി വരില്ല ഒരു പെണ്ണിനും, അല്ലെങ്കിൽ ഒരു പെണ്ണും ആ ഒരു രീതിയിൽ ജീവിക്കില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. ഓക്കെ, പറഞ്ഞത് കേട്ടല്ലോ. വീട്ടിലെ ജോലിയെല്ലാം കഴിഞ്ഞ് പോയിട്ട് നാത്തൂൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പറയുന്നത് ശരിക്കും ഹസ്ബൻഡിന്റെ സഹോദരിയുടെ വീട്ടിൽ പോയിട്ട് അവിടുത്തെ പുറം പണികളെല്ലാം ചെയ്ത് വെച്ചിട്ട് തിരിച്ചു മടങ്ങി വീട്ടിലേക്ക് വരുന്ന ഒരു രീതി, ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഒരു പെണ്ണിനും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. ആർക്കാണ് സുഹൃത്തുക്കളെ ഇന്നത്തെ കാലത്ത് ഗൂഗിൾ പേ ഇല്ലാത്തത്? ആർക്കാണ് ഗൂഗിൾ പേ ഇല്ലാത്തത്? ഇന്നത്തെ കാലത്ത് ഈ ഫോണും കാര്യങ്ങളും ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഉണ്ട് ഗൂഗിൾ പേ, അതും ഇതൊക്കെ. ഒരു പണം ഇടപാട് പോലും ഹസ്ബൻഡ് ശാലയായിട്ട് നടത്തുന്നില്ല. എല്ലാം അമ്മയ്ക്കും അല്ലെങ്കിൽ അനിയത്തിക്കും വേണ്ടിയിട്ട് അയച്ചു കൊടുക്കുന്നു. അവരുടെ കയ്യിൽ നിന്ന് വേണമെങ്കിൽ ശാല വാങ്ങുന്നു. ഞാനിട്ട ഓരോ വീഡിയോയിലും ആളുകൾ കൊണ്ടിട്ടിരിക്കുന്ന കമന്റാണ് സുഹൃത്തുക്കളെ, ഷഹല അവൾ സുഖം തേടിപ്പോയ പെണ്ണാണ്, അവൾക്ക് പുറമേ നിന്നുള്ളൊരുത്തിന്റെ സുഖം വേണമായിരുന്നു, അതിനവൾ പോയി എന്നുള്ള രീതിയിൽ ആ പെങ്കൊച്ചിനെ കുറ്റപ്പെടുത്തുന്ന ഒരുപാട് ആളുകൾ. ഷഹലെ ഞാൻ ന്യായീകരിക്കുന്നില്ല, ഷഹല കാണിച്ചത് തെറ്റ് തന്നെയാണ്. പക്ഷേ അനുഭവിക്കേണ്ട സാഹചര്യങ്ങളും അനുഭവിച്ച വസ്തുതകളും നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചിട്ട് വേണം ഇതുപോലുള്ള മോശമായ കമന്റ്സ് വന്നിട്ട് വീഡിയോക്ക് ഇടാൻ വേണ്ടിയിട്ട്.
നാളെ ഒരു സമയത്ത് നിങ്ങൾ ഈ വീഡിയോയിൽ വന്ന് കമന്റ് ഇടുകയും തെറി വളരെ പറയുകയും ചെയ്യുന്ന നിങ്ങളുടെ ഭാര്യമാർക്ക് ഇതുപോലൊരു സിറ്റുവേഷൻ ഉണ്ടായാൽ അവർ ക്ഷമിച്ച് നിൽക്കും. അവരൊരു മാക്സിമം ലെവൽ വരെ പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. പക്ഷേ അതിനപ്പുറം പോയി അവരുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവർ നിങ്ങളെ ഇട്ടിട്ട് പോകും. അതായത് അമ്മയ്ക്ക് കൊടുക്കേണ്ട സ്ഥാനം അമ്മയ്ക്കും, ഭാര്യയ്ക്ക് കൊടുക്കേണ്ട സ്ഥാനം ഭാര്യയ്ക്കും, സഹോദരിക്ക് കൊടുക്കേണ്ട സ്ഥാനം സഹോദരിക്കും കൊടുക്കണം എന്നുള്ളത് ഒരു നമ്മുടെ ഒരു ജീവിതത്തിൽ ഒരു 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 പ്രധാന ഭാഗമാണ് സുഹൃത്തുക്കളെ. പ്രധാന ഭാഗം തന്നെയാണ്. നമ്മുടെ കൂടെ എപ്പോഴും എന്തിനും ഏതിനും ജീവിതകാലം മുഴുവൻ കാണുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ഭാര്യ എന്ന് പറയുന്നത്. സോ അവർക്ക് കൊടുക്കേണ്ട പ്രയോറിറ്റി ബാക്കിയുള്ളവർക്ക് കൊടുക്കുമ്പോൾ അവർ ആദ്യമൊക്കെ കണ്ണടച്ചെന്നൊക്കെ വരാം. ഓക്കെ, അവർ അത് ക്ഷമിക്കും. അത് ക്ഷമിച്ച് നിന്ന് നെല്ലിപ്പലക കാണുന്ന സമയത്ത് അവർ ഉറപ്പായിട്ടും അവർ മാറി ചിന്തിക്കും. അവർക്ക് പുറമേ നിന്ന് ആരുടെയെങ്കിലും സ്നേഹമോ കെയറിങ്ങോ കിട്ടുന്നു എന്നുണ്ടെങ്കിൽ നാളെ ഒരു സമയത്ത് അവൾ അവരെ കൂടെ പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന ഒരുപാട് ആളുകൾ ഇതുപോലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ ഭാര്യയെ സ്നേഹിക്കാൻ ശ്രമിക്കുക, ഭാര്യയെ കെയർ ചെയ്യാൻ ശ്രമിക്കുക. മറ്റ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ അമ്മയ്ക്കും സഹോദരിക്കും കൊടുക്കുന്ന അതുപോലുള്ള പ്രയോറിറ്റി നിങ്ങളുടെ ഭാര്യയ്ക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, ശരിക്കും ഷാലയെ പറ്റി ഇനി ഒരു വീഡിയോ വേണ്ടെന്ന് വിചാരിച്ച വ്യക്തി തന്നെയാണ് ഞാൻ. പക്ഷേ ഈ ഒരു സുഹൃത്തിൻ്റെ വാട്സപ്പ് വഴി അയച്ചെന്ന വോയിസ് ആണ് ഞാൻ സിങ്ക് ചെയ്ത് നിങ്ങൾക്കിട്ട് കേൾപ്പിച്ചു തന്നത്. ഓക്കെ, അപ്പോൾ ഷാലയുടെ വോയിസ് ആ പെങ്കൊച്ചിൻ്റെ ഫോണിലുണ്ടായിരുന്നു. പക്ഷെ അത് കയ്യിൽ നിന്ന് പോയി. അല്ലെങ്കിൽ അതും കൂടെ ഞാൻ ഇവിടെ കേൾപ്പിച്ചു തന്നേനെ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം സുഹൃത്തുക്കളെ. അതുവരേക്കും ബൈ.